നീ എന്താ പൂക്കളൊന്നും ഇടാതെ മാറിയിരിക്കുന്നേ? ചേട്ടൻ പിണക്കത്തില. എന്തിന്? ഇന്നലെ ശിവാൻ ചേച്ചിയുടെ കൂട്ടുകാരി വിളിച്ചില്ലായിരുന്നോ? ആ. അപ്പൊ ചേട്ടന് ഫോൺ കൊടുത്തില്ലല്ലോ. ഓ, ആ പിണക്കത്തിലാ. പിന്നെന്തിനാ അവള് പറഞ്ഞ പോലെ ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് മുറിയൊക്കെ തൊട്ടിരിക്കുന്നേ? ഇന്നെങ്ങാനും ഫോൺ കൊടുത്താലോ എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ ഏട്ടാ? ഫോൺ കൊടുക്കൂല. നീ അത്തപ്പൂക്കൾ അല്ല, പറഞ്ഞ പോലെ ശിവാനി എന്തേ വീഡിയോ കോള് വിളിക്കും, നമ്മളെല്ലാരും റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര നേരായി? എനിക്കാണെ ഇരുന്നിരുന്ന് നടുവും പുറവും പൊട്ടി പോവാ. ശിവാ, ശിവാ, ദോ വരുന്നു സീതമ്മ. എങ്ങനെയുണ്ട്? നീ അല്ലേലും സുന്ദരിയല്ലേ? എന്തേ വീഡിയോ കോൾ എവിടെ എപ്പോഴാ വരുന്നത്? ഞാൻ എല്ലാം നോക്കിട്ട് വിളിക്കാന്ന് വെച്ചിട്ടായിരുന്നേ. എല്ലാം ഇവിടെ സെറ്റാ. അതെ, ഞങ്ങൾ എല്ലാരും സെറ്റാ. പൂക്കളെ സെറ്റാ. ഇത് നോക്ക്, ബാക്കിൽ ഒരാൾ സെറ്റ് ആയിട്ടിരിക്കുന്നത്. എന്തോ കാണിക്കിട്ട് പൂക്കളം കുറച്ചുകൂടെ വലുതാക്കായിരുന്നു കേട്ടോ. ഒരു 6 അടി 7 അടിക്ക് എത്തിക്കാമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. 300 രൂപയുടെ പോകും. ഇത്രയും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ്. വാട്ട് ഈസ് ദിസ്? ഓക്കേ, കോളേട്ടെ. എല്ലാവരും do your smile face. ചിരിച്ചിരുന്നേ. എല്ലാം ഓക്കേ അല്ലേ? അങ്ങനെ ഇരിക്കണോട്ടാ. ശരി, നമ്മൾ ഭയങ്കര ഹാപ്പിയാന്ന് അറിയിക്കണം. ഓക്കെ, എല്ലാവരും ചിരിച്ചൊക്കെ ഇരുന്നാ കൊള്ളാം. ഓ, നമ്മൾ കൂടുന്ന പോലെ അഭിനയിക്കണോ? ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഞങ്ങൾ വിളിക്കുമ്പോ അപ്പൊ നോക്കാം. ഓക്കെ ഓക്കെ, റെഡി. ഒരു മിനിറ്റ്. എല്ലാവരും പൂവിനെ പിടിച്ചോണ്ടിരുന്നു. റെഡി. On the count of 3, 2, 1. ഞാൻ വിളിച്ചു, ഇപ്പൊ എടുക്കും. ഇത് പാറ പൊന്നി, ഇതാ നമ്മ വീട്ടോട് ഓണം. ഞാൻ ഉനക്ക് പൂക്കളം കാട്ടിത്തര പോരെ? ആ, നമ്മ വീട്ടോട് പൂക്കളം പാത്തിയാ? ഹലോ. ഹലോ. இந்த ஃபுல் പൂക്കളത്തോட ഡിസൈനും പോട്ടത് നമ്മ സീതമ്മ താൻ. ഞാനാ? അല്ല, ഇത് പാറക്കുട്ടി വരച്ച് ഡിസൈൻ തന്നു. ഞാനത് ഇങ്ങനെ ഇട്ടു. എന്താ തമിഴ് പറയുന്നത്? എന്ത് ചെയ്യാൻ എന്റെ പൊന്നി, കുടുംബത്തിലെല്ലാവർക്കും ഭയങ്കര കലാകാരന്മാരെ എല്ലാവരും. ഈ പൂ അങ്ങോട്ട് ഇടുവോ? അങ്ങോട്ട്. അപ്പുറം ദേ നമ്മുടെ ബേബീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മക്കളെ, ഈ പൂവൊക്കെ എടുത്തത് അവിടെ ഇടണം കേട്ടോ. അവിടെ കറക്റ്റ് ആയിട്ട്. പൂക്കളത്തോടെ ടോപ്പ് വ്യൂ. ഇനി സൈഡ് വ്യൂ തരാം, സൈഡ് വ്യൂ. ഇനി പിള്ളേരെ തലയുടെ നടക്കൊണ്ടുള്ള വ്യൂ തരാം. இந்த ഡ്രസ് എല്ലാം എന്നോട് സെലക്ഷൻ താൻ. എല്ലാവരുടെയും ഡ്രസ് നോക്കൂ. അത്തം മുതൽ അങ്ങ് അവസാനം തിരുവോണം കഴിയുന്ന വരെ ഇവിടെ തിരുവോണം കഴിയുന്നിടം വരെ ഇവിടെ ഫുള്ള് പരിപാടിയും നമ്മുടെയാണ്. നമ്മൾ ഇവിടെ പൊളിച്ചെടുക്കും. മാത്രമല്ല, സത്യം പറയാലോ, മാറി ശിവ അങ്ങോട്ട്. അതായത് ഇതിന്റെ മൊത്തം ഡിസൈൻ പാറുവിന് പറഞ്ഞു കൊടുത്തത് ആരാന്നറിയൂ? ഞാൻ മാത്രമാണ്. കറക്റ്റ് പറഞ്ഞാല് കല്ലു മക്കളെ, അതായത് കല്ലു നമ്മളും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് അല്ലെ മക്കളെ? പറയണ. കല്ലു ഞാനും കൂടാണ് ശരിക്കും ഈ ഏരിയയിൽ മൊത്തം. കണ്ടാ കുഞ്ഞിനെങ്ങനെ? അതായത് ഫുൾ ഓർഗാനിക് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഫ്ലവേഴ്സ് കഴിച്ചാലും ഒന്നും പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടില് ഓണം വന്ന് ഭയങ്കര സംഭവം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിന്നെ ഓണത്തിന് തിരുവോണത്തിന് നിങ്ങ ഇങ്ങ വരണം. ഇങ്ങ വന്നാ നാങ്ക ഇങ്ങ സദ്യ ഉങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കും എന്നോട് നേതൃത്വത്തില്. അത് അങ്ങനെ പറയുമ്പോ അതെന്തോ ഒരു നെറ്റ് എന്തോ കട്ട. അപ്പൊ ഒരു നെറ്റ് പോകുന്നു. ഹലോ ഹലോ, നെറ്റ് എന്തോ പോയി. ഇപ്പൊ കാണിച്ചു തരാമേ. പൊന്നി, ഇത് യാര് വരേന്ന് പാറ്. എന്നോട് അക്കാവും ബ്രദറിൻ ലോയും അളിയൻ അമ്പലത്തിൽ പോയിട്ട് വരിക. ഹായ്. ഹലോ. ഞങ്ങള് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുവായിരുന്നു. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം എല്ലാ ദിവസം അമ്പലത്തിൽ പോകും. പിന്നെ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര പോസിറ്റീവ് തരുമല്ലോ.
അത് മാത്രമല്ല ഓണസമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോണെന്ന് ശിവാനിക്ക് നിർബന്ധ. എത്ര റിഹേഴ്സൽ എടുത്തു. ആ സാരി എങ്ങനെയുണ്ട്? സാരി കൊള്ളാവോ? അവിടെ തമിഴ്നാട്ടിലെ ഇതേപോലെ പ്രസാദം വാഴയിലൊക്കെ കിട്ടുമോ? ഇല്ല, അവര് ചൊറിയണത്തിനല്ലേ കൊടുക്കും. ഇരിക്കല്ലേ? നീ എന്നിട്ട് ഡയലോഗ് ഒന്നും പറയരുത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ ഓക്കെ പൊന്നിയമ്മ, ഹാപ്പി ഓണം. അടുത്ത ഓണത്തിന് വാങ്ങോ. താങ്ക് യു, നന്ദി. കഴിഞ്ഞ ഇത്ര ഉള്ളോ? ഇത്ര ഉള്ളോന്നാ? ആ, അപ്പൊ ഓണത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ട്. കൊച്ചേ, ഓണത്തിന് ഞാൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. വരും കേട്ടല്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോണം എല്ലാവരും. ശിവ, കോളേജിലെ മൊത്തം പെമ്പിള്ളേരെ ക്ഷണിക്കാൻ പറ എന്നാ. അല്ല, നിങ്ങളപ്പോ ശരിക്കും അമ്പലത്തിൽ പോയോ? ആരമ്പലത്തിൽ പോയെന്ന്? ഞങ്ങൾ ആ ഗേറ്റിന്റെ സൈഡിൽ പോണ്ടായിരുന്നു. എൻട്രി എന്ന് പറയുമ്പോ ഫ്രെയിം എൻട്രി ആവാൻ വേണ്ടിട്ട്. ഇടിക്കുന്നല്ലേ ഞാൻ പോയിട്ട് എന്റെ അടുത്ത സീക്വൻസ് പ്ലാൻ ചെയ്യട്ടെ. ഇനിയുണ്ടോ? കഴിഞ്ഞില്ല ഇത്.